കൂട്ടുകാർക്കൊപ്പം കുഴിമന്തി കഴിച്ചതിന് പിന്നാലെ നഴ്സായ യുവതി കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. വടക്കഞ്ചേരി പാൽക്കുഴമ്പ് സ്വദേശിനി ലെനയുടെ മരണം വിഷം ഉള്ളിൽ ചെന്നാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെ ഇത് കൊലപാതകമാണെന്ന ആരോപണവുമായി പിതാവും രംഗത്തെത്തി. മകളെ ആസൂത്രിതമായി വിഷം കൊടുത്തു കൊലപ്പെടുത്തിയതാണെന്നും ഇതിന് പിന്നിൽ 2 യുവാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെന്നും ചൂണ്ടിക്കാണിച്ച് പിതാവ് മുണ്ടപ്ലാക്കൽ ജോൺ ആലുവ റൂറൽ എസ്.പിക്ക് പരാതി നൽകി. കഴിഞ്ഞ മാസമായിരുന്നു സംഭവമുണ്ടായത്. നഴ്സിംഗുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ വാങ്ങാനായി ആലുവയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാണ് ലെന വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. തൃശൂർ ഒളരിയിലെ മദർ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ലെന. സംഭവ ദിവസം രാവിലെ 11 മണിക്ക് ലെന അമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ 4 മണിക്കൂറിന് ശേഷം ലഭിച്ചത് മകളുടെ മരണവാർത്തയാണെന്ന് പിതാവ് ജോൺ വേദനയോടെ ഓർക്കുന്നു. മാർച്ച് 24-ന് ആലുവയിൽ വെച്ച് സുഹൃത്തുക്കൾക്കൊപ്പം കുഴിമന്തി കഴിച്ചതിന് പിന്നാലെ ലെനയ്ക്ക് കടുത്ത അസ്വസ്ഥതയും ഛർദിയും വയറിളക്കവും അനുഭവപ്പെടുകയായിരുന്നു. BP കുറഞ്ഞ് അവശയായ ലെനയെ ആദ്യം സമീപത്തെ ആശുപത്രിയിലും പിന്നീട് രാജഗിരി ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നതായിട്ടാണ് പിതാവിന് ലഭിച്ച വിവരം. ഭക്ഷണത്തിൽ നിന്നുള്ള വിഷബാധയാണെന്ന് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ കുടുംബത്തിന്റെ സംശയം വർദ്ധിപ്പിച്ചു. വിഷം ഉള്ളിൽ ചെന്നാണ് ലെന മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയ ലെനയ്ക്ക് ഇതിനിടയിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും ആരോ മനഃപൂർവ്വം അപായപ്പെടുത്തിയെന്നുമാണ് കുടുംബം വിശ്വസിക്കുന്നത്. 2 യുവാക്കളുടെ പേര് പരാതിയിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. മകൾക്ക് ഇത്തരമൊരു ഗതി വന്നതുപോലെ ഇനി ആർക്കും സംഭവിക്കരുത്. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ജോണിന്റെ ആവശ്യം. ആലുവ റൂറൽ SP ഓഫീസിലെത്തി നേരിട്ടാണ് ജോൺ പരാതി നൽകിയത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ മദർ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠിച്ച് 2 വർഷമായി അവിടെ തന്നെ ജോലി ചെയ്തു വരികയായിരുന്നു ലെന. ഇവിടുന്ന് വിദേശത്ത് ജോലിക്ക് പോകാനായി IELTS കോഴ്സിന് പഠിക്കാൻ എറണാകുളത്ത് പോയി എന്നാണ് സുഹൃത്തുക്കളോടും വീട്ടുകാരോടും പറഞ്ഞത്. അതേസമയം ഈ ഒരു കോഴ്സ് 1 വർഷം മുമ്പ് പാസ്സായി എന്നാണ് അറിയുന്നത്. പിതാവ് ജോൺ പറയുന്നത് നഴ്സിംഗുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്നതായിട്ടാണ് മകൾ തന്നോട് പറഞ്ഞതെന്നാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ബന്ധുക്കൾ സംസ്കരിച്ചിരുന്നു. എന്തായാലും കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുമെന്നാണ് അറിയിപ്പ്. ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ലെനയുടെ കുടുംബം പറഞ്ഞിരിക്കുന്നത്.